യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിറ്റുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ കർത്താവ് യേശുക്രിസ്തു സ്വർഗരാജ്യം മണവാളന് എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശ്യമാകും എന്നുള്ള ഉപമയെക്കുറിച്ചാണ്. ഈ ഉപമയിൽ നിന്നും നമുക്ക് ഇന്ന് നടക്കുന്നതായ ആത്മീക രംഗത്തെ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. പ്രത്യേകാൽ നമ്മൾ നേരിടുന്നതായ അനേക ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതിനോടകം തന്നെ ദൈവം നമുക്ക് ഈ വചനഭാഗങ്ങളിലൂടെ നൽകി തന്നു എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ആത്മീയമായി സന്തോഷം അനുഭവിക്കുന്നില്ല? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ദിവസങ്ങൾ അഡ്രസ് ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഏവരുടെയും പ്രതീക്ഷയും പ്രത്യാശയും, അഥവാ മാനവജാതിയുടെ ഏറ്റവും വലിയ പ്രത്യാശ, അനേകരും ഈ പ്രത്യാശ അറിയുന്നില്ലെങ്കിലും അറിഞ്ഞവരായ ആളുകൾക്ക് ഇന്ന് ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ പ്രത്യാശ, അതൊരിക്കലും നശിച്ചു പോകാത്ത പ്രത്യാശ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ആത്മീയ ദൈവരാജ്യത്തിൽ നിന്നും സാക്ഷാൽ ദൈവരാജ്യത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഉപമയിലൂടെ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ആത്മീയമായ ദൈവരാജ്യത്തിൽ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ആത്മീയ ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും ആ ഒരു അറിവിലേക്കും അതേ ആത്മീയ ദൈവരാജ്യത്തിലേക്കും നിങ്ങൾ കടന്നു വരേണ്ടതായ ഒരു സമയമാണ് ഇതെന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ ആത്മീയ ദൈവരാജ്യത്തിൽ ദൈവത്താൽ ഒരുക്കപ്പെടുന്നവരായ ആളുകൾ, ഈ ആത്മീയ ദൈവരാജ്യത്തിൽ അതേ സാക്ഷാൽ ദൈവരാജ്യത്തിന്റെ അതേ അനുഭവത്തിൽ തന്നെ, ആത്മീയ അനുഭവത്തിൽ തന്നെ ജീവിക്കുന്നവരായ ആളുകൾ എല്ലാവരും തന്നെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായിത്തീരുന്നത്. എന്നാൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ കരുതേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ 10 കന്യകമാരുടെ ഉപമയിൽ നിന്നും കർത്താവ് യേശുക്രിസ്തു അതാണ് നമ്മെ പഠിപ്പിക്കുന്നതെന്നും നമുക്ക് ഈ ഉപമയിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതായ വേദഭാഗം അതിന്റെ 5-6 വാക്യങ്ങളായിരുന്നു. നമ്മൾ ഇന്ന് 7-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുകയാണ്. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അർദ്ധരാത്രിയെ കുറിച്ച് സംസാരിപ്പാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ അർദ്ധരാത്രികൾ അത് വളരെയധികം വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആരും നനച്ചിരിക്കാത്തതായ സമയം, അതേ ലോകം മുഴുവനും ഈ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ വളരെയധികം അകപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കുമെന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണുവാനിടയായി തീർന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന്റെ വരവിനോട് നമ്മൾ വളരെയധികം അടുത്തു. ഈ ലോകത്തിന്റെ കാല സംഭവങ്ങൾ, ഈ ലോകത്തിന്റെ കാലഗതികൾ അതെല്ലാം തന്നെ നമ്മെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ. എന്നിട്ട് നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. നമ്മൾ അതിലേക്ക് പിന്നീട് കടന്നു വരുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ഒരു ആർപ്പുവിളി ഉണ്ടായി. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം, പ്രത്യേകിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗ്ഗത്തു നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നൽകുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ ആകാശമേഖലയിൽ എടുക്കപ്പെടും എന്നുള്ള വാക്യം. ഈ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. ഈ ശബ്ദം എന്ന് പറയുന്നത് മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്നുള്ള ആർപ്പുവിളി ആണ് എന്നുള്ളത് ഇവിടെ യേശു വളരെ പ്രവചനികമായി നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഉയരുന്നതായ ആ ശബ്ദമാണ് നമ്മെ ഈ ഭൂമിയിൽ നിന്നും രൂപാന്തരപ്പെടുത്തുവാൻ ഹേതുവായി തീരുന്നത്. പക്ഷെ ഇങ്ങനെ ആർപ്പുവിളി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ കന്യകമാർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യും. അതായത് അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു.
ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറയുകയുണ്ടായി, വിളക്ക് എന്തിനെ കാണിക്കുന്നു? വിളക്ക് നമ്മളുടെ ആത്മീയമായ അനുഭവങ്ങൾ, അതായത് പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ഒരുക്കപ്പെടൽ. ഈ ഒരുക്കപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇതാണ് നമുക്ക് വിളക്ക് തെളിയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതായ അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ വിളക്ക് ഉണ്ടായിരിക്കണം. ആ വിളക്ക് എപ്പോഴും കാണിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് നമുക്കുണ്ടാകുന്നതായ ആത്മീയമായ അനുഭവങ്ങളാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചിന്തിക്കുകയുണ്ടായി. ബുദ്ധിയില്ലാത്തവർ വിളക്കോടുകൂടെ എണ്ണയെടുത്തില്ല, എന്നാൽ ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ എണ്ണയെടുക്കുവാൻ ഇടയായിത്തീരുന്നു. ഈ രണ്ടു കൂട്ടർക്കും, അതായത് ഈ 10 കന്യകമാർ എന്ന് പറയുന്നിടത്ത് ഈ 5 കന്യകമാർ വിളക്കോടുകൂടി എണ്ണ എടുക്കാത്തവരും മറ്റ് 5 പേർ വിളക്കോടുകൂടി എണ്ണ എടുത്തവരുമായ ഈ ആളുകളെല്ലാം തന്നെ മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വ്യത്യാസം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ മണവാളന്റെ വരവിലാണ് വ്യത്യാസം പ്രകടമായി തീരുന്നത്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകം മുഴുവനുമുള്ള സഭകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ആളുകൾ, നമുക്കവരെ ഏതാണ്ട് ഒരേപോലെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സത്യസന്ധമായി സേവിക്കുകയും ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ചെയ്തതായ ജനവിഭാഗത്തെ നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല അവർ എത്രത്തോളം ഒരുങ്ങി എന്നുള്ളത്. യേശുക്രിസ്തു തന്റെ വചനം അനുസരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ 2 പേരും വീട് പണിതു. ഒരാൾ പണിതത് അവർ മണലിൽ മേലാണ് പണിതത്, മറ്റൊരാൾ പാറമേൽ പണിതു. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുന്നത് എപ്പോഴാണോ വലിയൊരു മഴ പെയ്യുന്നത്, എപ്പോഴാണോ കടല് പ്രക്ഷുബ്ധമായി തീരുന്നത്, എപ്പോഴാണോ വലിയ കാറ്റടിക്കുന്നത്, ആ സമയത്ത് മാത്രമേ ഇവരുടെ വീടിന്റെ ആ ഗുണനിലവാരം അറിയത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിലാണ് ഇന്ന് ആരാണ് യഥാർത്ഥ സഭയുടെ ഭാഗമായി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് ഈ ലോകത്തിൽ ധാരാളം ഡിവിഷൻസ് ഉണ്ട്, ചർച്ച് ഡിവിഷൻസ് ഉണ്ട്. ചിലർ പറയുന്നു കത്തോലിക്ക സഭയാണ് ശരി, ചിലർ പറയുന്നു യാക്കോബൈറ്റ് സഭയാണ് ശരി, ചിലർ പറയുന്നു പെന്തക്കോസ്ത് സഭയാണ് ശരി. നമുക്ക് തന്നെ വളരെയധികം കൺഫ്യൂഷൻ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ചിലർ പറയുന്നു വിശുദ്ധ ബൈബിളിന്റെ വ്യാഖ്യാനം ഇതാണ് ശരി, ആ വ്യാഖ്യാനം തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്ന ഏക കാര്യം നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. നമ്മളവിടെ പാരമ്പര്യം അനുസരിച്ചല്ല ജീവിക്കേണ്ടത്. നമ്മുടെ പിതാക്കന്മാർ എങ്ങനെ ജീവിച്ചു എന്നതുപോലല്ല, അവരും വിശുദ്ധ വേദവസ്തു അനുസരിച്ചാണ് ജീവിച്ചത്. അവരങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തെ നമ്മൾ പിന്തുടരാൻ പാടില്ല. നമ്മൾ വിശുദ്ധ വേദവസ്തുവിന്റെ പാരമ്പര്യത്തെയാണ് പിന്തുടരേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാലാകാലങ്ങളിൽ നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകം വായിച്ച് വ്യാഖ്യാനിച്ച ആളുകൾ അവർ വ്യത്യസ്തമായ തരത്തിലാണ് അവർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് അവർ വിശുദ്ധ വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ തെറ്റാണെന്നോ അവർ ശരിയാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവർക്ക് ലഭിച്ചതായ വെളിപ്പാടിന്റെ ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷെ ദൈവത്തോടുള്ള ശരിയായ ബന്ധം അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ വരവിലാണ് നമ്മൾ എപ്രകാരമായിരിക്കുന്നു എന്നുള്ള വസ്തുത അവിടെ തെളിയുന്നത് എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. പക്ഷെ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് എന്താ പറയുന്നത്? നമ്മോട് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾ വിളക്കെടുത്തും അതേപോലെ തന്നെ വിളക്കോടുകൂടി എണ്ണയെടുത്തും നമ്മൾ കാത്തിരിക്കണം എന്ന് മാത്രമല്ല, മണവാളൻ വരുന്നു എന്നുള്ള ആ ആർപ്പുവിളി കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ് ഈ വിളക്ക് തെളിയിക്കേണ്ടത് ആവശ്യമാണ്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കെടുത്താതെ, അതേ ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നുണ്ടല്ലോ, ആത്മാവിനെ കെടുത്തരുത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികളെ നമ്മൾ നിർത്താതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുന്നെങ്കിൽ, നമ്മൾ ആർപ്പുവിളി കേൾക്കുമ്പോൾ, അതേ മണവാളൻ വരുന്നു, യേശു വരുന്നു എന്നുള്ള ആർപ്പുവിളി കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദീപത്തെ തെളിയിക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ മയങ്ങുമ്പോൾ പോലും നമുക്കറിയാം ഈ ആത്മീക മയക്കം എന്നുള്ളത് ഒരു റിയാലിറ്റിയായി, ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ നടുവിലുണ്ട്. അത് ഉള്ളപ്പോൾ തന്നെ ഈ കന്യകമാർ 10 പേരും ഉറങ്ങി എന്നുള്ളതും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട്, അതിൽ ബുദ്ധിയുള്ളവരും ഉറങ്ങി എന്നുള്ളത് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട്, പക്ഷെ അവർ ചെയ്തതായൊരു കാര്യം, അവരുടെ ജീവിതത്തിലെ വിളക്ക് കെട്ടുപോകുവാൻ
അവർ സമ്മതിച്ചില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴൊക്കെയാണോ അവരെ ഉണർത്തുന്നത് അപ്പോഴെല്ലാം അവർക്ക് ഉണരുവാനും അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവർക്ക് ഇടയായി തീർന്നു എന്നുള്ളതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും എടുക്കപ്പെടുവാൻ ഇടയായി തീരും. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇതിനോട് ചേർന്നുള്ള ചിന്തയും നമ്മൾ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയുമാറാകട്ടെ. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നതും എൻ്റെ തെറ്റുകളെ എനിക്ക് ബോധ്യപ്പെടുത്തുന്നതായ അനുഭവങ്ങൾ, അത് അങ്ങനെയല്ലേ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്? ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, കാര്യസ്ഥം വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും. എനിക്ക് വളരെ നിരാശ തോന്നാറുണ്ട്. ഈ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നവരായ ആളുകൾ, അതേ ക്രിസ്ത്യൻ ലീഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ പോലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് അവർ വരാതെ പിശാചിന്റെ പിടിയിലൂടെ അവർ കടന്നുപോയി ലോകക്കാർ വരെ അവരെ കുറ്റപ്പെടുത്തുന്ന നിലയിൽ അവർ ആയിരിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ അവരിൽ ഈ എണ്ണയുണ്ട് എന്നുള്ളത്, അവരിൽ ഈ ദീപം കത്തുന്നു എന്നുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളേവരും കരുതിയിരിക്കണം. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അധികം കോൺഫിഡൻസ് ഉള്ള ആളുകളുണ്ട്, ധാരാളം കോൺഫിഡൻസ്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ യേശു ക്രിസ്തുവിൽ എടുക്കപ്പെടും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ എണ്ണയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യമുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ഇടം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ഏവരോടും ഞാൻ വളരെ ശക്തമായി അഭ്യർത്ഥിക്കുന്നു, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ആ അനുഭവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നതായ നിലയിൽ നമുക്ക് ജീവിപ്പാൻ കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അതിനായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ വലിയൊരു പ്രാധാന്യത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരു വിളക്കെന്ന പോലെ ഞങ്ങളിൽ ആ സാന്നിധ്യം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായി കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുമുള്ള അവസരമുണ്ടെന്ന് ഇന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.